പോളിംഗിൽ 9% കുറവുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് മാസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിക്ക് നൽകിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നൽകിയാണ് വയനാട്ടുകാർ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ UDF ക്യാമ്പിൽ തന്നെ നേരിയ ആശങ്കയുണ്ടായിരുന്നു പ്രിയങ്കയുടെ ഭൂരിപക്ഷം സംബന്ധിച്ച്. പക്ഷേ 4 ലക്ഷം എന്ന സംഖ്യ കടന്ന് 4,10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. ഈ പോളിംഗിലെ കുറവ് അത് LDFിൻ്റെ വോട്ടുകളിലുണ്ടായ ചോർച്ചയാണെന്നായിരുന്നു UDFിൻ്റെ വാദം. അത് ഏറെക്കുറെ ശരിവെക്കുന്ന കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഏതാണ്ട് 70,000-ലധികം വോട്ടിൻ്റെ കുറവാണ് LDFിനുണ്ടായത്. മാസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ LDFിന് വോട്ട് കുറഞ്ഞത്. അതും സത്യം മൊകേരിയെ പോലെ ഒരു മുതിർന്ന സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും വോട്ടിൽ അത്രയും കുറവുണ്ടായി എന്നതാണ് ശ്രദ്ധേയം. ഇതിനെക്കുറിച്ച് LDF നേതാക്കൾ പറയുന്നത് ഒരു നിസ്സംഗത പ്രവർത്തകരിലുണ്ടായിരുന്നു. കാരണം ഒരു വിജയപ്രതീക്ഷയുമില്ലാത്ത മണ്ഡലമാണ്. അവിടെ പ്രവർത്തനത്തിലൊരു നിസ്സംഗതയുണ്ടായിരുന്നു. അതാണ് ഈ വോട്ടിംഗ് ശതമാനം കുറയാനുള്ള കാരണമായി LDF നേതാക്കൾ പറയുന്നത്. എന്താണെങ്കിലും NDAയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പുതുമുഖ വനിതാ സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിച്ചത്. പക്ഷേ നവ്യ ഹരിദാസിന് പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള ഒരു വോട്ട് ലഭിച്ചു എന്നാണ് NDA ക്യാമ്പിൻ്റെ പ്രതികരണം. 1,10,000-ലധികം വോട്ടുകളാണ് നവ്യ ഹരിദാസിന് ലഭിച്ചത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷം കിട്ടുമെന്ന UDFിൻ്റെ ആത്മവിശ്വാസം ശരിയായി വന്നിരിക്കുന്നു. അവർക്ക് അത്രയും തന്നെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു. ഇനി എന്തായാലും വലിയ ആഹ്ലാദത്തിലാണ് UDF ക്യാമ്പും കോൺഗ്രസ് ക്യാമ്പും ഉള്ളത്. 2 ദിവസത്തിനകം മണ്ഡലത്തിലേക്ക് എത്തുമെന്നാണ് പ്രിയങ്ക ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി എത്തുന്ന സമയത്താകും ഇനി UDFിൽ വലിയ ആഘോഷ പരിപാടികളും റോഡ് ഷോയുമൊക്കെ നടക്കുക. പ്രിയങ്കയുടെ വരവിനായി കാത്തിരിക്കുകയാണ് UDF നേതാക്കളും പ്രവർത്തകരും.